മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് ഒക്ടോബർ 5-ന് കൊടിയേറുമെന്ന് ബസലിക്ക റെക്ടർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5-ന് രാവിലെ 11:30 മാഹി ബസലിക്ക ഇടവക വികാരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റത്തിന് ശേഷം 12 മണിക്ക് ആൾത്താരയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിക്കും. തിരുനാളിന്റെ പ്രധാന ദിനങ്ങളായ 14-ന് നഗരപ്രദക്ഷിണവും 15-ന് ശയന പ്രദക്ഷിണവും ഉണ്ടാവും. 18 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷം 22-ന് സമാപിക്കും. ബസിലിക്കയായതിന്റെ 2ാം വാർഷികം കൂടിയായി ഈ വർഷത്തെ പെരുന്നാളിന് മുന്നോടിയായി സെപ്റ്റംബർ 28-ന് രാവിലെ 9 മണിക്ക് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ സ്വീകരണവും നിത്യാരാധന ചാപ്പലിന്റെ വെഞ്ചരിപ്പ് കർമ്മവും അനുമോദന സമ്മേളനവും ഉണ്ടായിരിക്കുമെന്ന് വികാരി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ദിനത്തിൽ വൈകുന്നേരം 6 മണിക്ക് വിവിധ റീത്തുകളിൽ ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കും. 9-ന് 6 മണിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും 12-ന് കണ്ണൂർ രൂപതാ മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ അലക്സ് പടക്കുന്തലയും തിരുനാൾ ജാഗരമായ 14-ന് കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ റവറൻ മോൺ ജോൺസൺ പുത്തൻവീട്ടിലും സഘോഷ ദിവ്യബലി അർപ്പിക്കും. അന്ന് വൈകുന്നേരം 7 മണിക്ക് നഗരപ്രദക്ഷിണവും ഉണ്ടാകും. തിരുനാൾ ദിനമായ 15-ന് പുലർച്ചെ 1 മണി മുതൽ 6 മണി വരെ ശയനപ്രദക്ഷിണവും ഉണ്ടായിരിക്കും. രാവിലെ 10:30-ന് കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ കാർമ്മികത്വത്തിൽ സാഘോഷ തിരുനാൾ ദിവ്യബലിയും അർപ്പിക്കും. വൈകുന്നേരം 5 മണിക്ക് മേരിമാത കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സ്നേഹസംഗമം KK രമ MLA ഉദ്ഘാടനം ചെയ്യും. 19-ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സീറോ മലബാർ റീത്തിൽ ദിവ്യബലി അർപ്പിക്കും. തിരുനാൾ സമാപന ദിനമായ 22-ന് രാവിലെ 10:30-ന് കണ്ണൂർ രൂപത സഹായ മെത്രാൻ മോസ്റ്റ് റവറൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി സാഘോഷ ദിവ്യബലി അർപ്പിക്കും. 22-ന് ഉച്ച കഴിഞ്ഞ് തിരുസ്വരൂപം ആൾത്താരയിലേക്ക് മാറ്റുന്നതോടെ തിരുനാൾ മഹോത്സവത്തിന് സമാപനമാവും. എല്ലാ വർഷത്തെയും പോലെ വർഷവും തിരുനാൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം 5-ാം തീയതിയാണ്. അവസാനിക്കുന്നത് ഒക്ടോബർ മാസം 22-ാം തീയതി. പ്രധാന തിരുനാൾ ദിനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഒക്ടോബർ മാസം 14-ഉം 15-ഉം തീയതികളാണ്. 15-ാം തീയതിയാണ് അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിനം. 14-ാം തീയതി ജാഗരമായിട്ട് വൈകുന്നേരം 6 മണിക്കുള്ള കുർബാനയും അതിനുശേഷം ആഘോഷമായിട്ടുള്ള നഗരപ്രദക്ഷിണവും അന്നേ ദിവസം തന്നെ, അതായത് 15-ാം തീയതി വെളുപ്പിന് ഏകദേശം ഒരു 1 മണി മുതൽ ഉള്ള ഉരുൾ നേർച്ചയുമാണ് ഈ തിരുനാളിന്റെ പ്രത്യേകത. ഈ വർഷം മറ്റൊരു പ്രത്യേകതയുള്ളത്, തിരുനാൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബസിലിക്കായതിന്റെ 2ാം വർഷത്തിൽ ഈ ദേവാലയത്തിന് മറ്റൊരു ചെറിയൊരു ചാപ്പൽ കൂടി, ആരാധന ചാപ്പൽ, നിത്യാരാധന ചാപ്പൽ കൂടി ആരംഭം കുറിച്ചിരിക്കുകയാണ്. പണിതും അതിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തുന്നത് ഈ 28-ാം തീയതിയാണ്. ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച 9 മണിക്ക് ആണ് ദിവ്യബലി, അതിനുശേഷം വെഞ്ചരിപ്പ് കർമ്മം. ഇതോടൊപ്പം തന്നെ ഈ വർഷം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് രൂപതയ്ക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുകയും എന്റെ സാരഥി അഭിബന്ധി വർഗീസ് ചക്കാലക്കൽ പിതാവ് ആദ്യത്തെ മെത്രാപ്പൊലീത്തയാവുകയും ചെയ്യും. ഇടവക സമൂഹം ഒന്നുചേർന്നുകൊണ്ട് 28-ാം തീയതി അഭിബന്ധി പിതാവിനെ സ്വീകരിക്കുകയും ഇടവകയുടെ അനുമോദനവും സ്വീകരണവും കൂടി നൽകുകയാണ്. അത് ഈ ദിവസം തന്നെ 28-ാം തീയതി കുർബാനയ്ക്ക് ശേഷം നിത്യാരാധന ചാപ്പലിന്റെ വെഞ്ചരിപ്പ് കർമ്മം, അതിനുശേഷം ഒരു പൊതുസമ്മേളനമായിട്ട് ഇടവക ജനം മുഴുവൻ വിവിധ പിതാവിനെ ഒരു സ്വീകരണം നൽകുന്ന ദിവസം കൂടിയാണ്. വാർത്താ സമ്മേളനത്തിൽ സഹവികാരി റവറൻ ഫാദർ ബിപിൻ ബെനറ്റ്, മീഡിയ കൺവീനർ ബെറ്റി ഫെർണാണ്ടസ്, നിക്സൺ K, ജോൺസൺ കൊട്ടാരത്തിൽ എന്നിവർ പങ്കെടുത്തു.